എന്തൊക്കെ പറഞ്ഞാലും ശരി, ചന്തുവിനെ പോകാൻ നീ സമ്മതിക്കരുതായിരുന്നു. അല്ലെങ്കിൽ എന്നോട് വന്ന് വിവരം പറയാമായിരുന്നു നിനക്ക്. ഒരു സത്യം എനിക്ക് ഇപ്പൊ അറിയണം. ചന്തു പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണോ എന്റെ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? പറയടാ, ആരെങ്കിലും അവനെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചാണോ? അതെ. ആര്? ഈ ഞാൻ തന്നെ. എന്തിനാ നീ അങ്ങനെ ചെയ്തത്? ഇല്ലെങ്കിൽ ചന്തു എല്ലാവരുടെയും മുമ്പിൽ തെറ്റുകാരനാകുമായിരുന്നു. അവനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന നിന്റെ അച്ഛനും അമ്മയും പോലും അവനെ വെറുക്കാൻ തുടങ്ങുകയായിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ എന്റെ മുമ്പിൽ ഇതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. നമുക്കിപ്പൊ തന്നെ പുറപ്പെടാം. എനിക്കവനെ കാണണം. അരവിന്ദ, എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? ഇത് നിന്റെ കല്യാണ രാത്രിയാണ്. ഇവിടെ നിന്റെ ഭാര്യ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ വിട്ടിട്ട് നീ ചന്തുവിനെ കാണാൻ പോകേണ്ട കാര്യമില്ല. എനിക്കതൊന്നും പ്രശ്നമല്ല. അവന് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം ഈ രാത്രി വേണമെങ്കിൽ ഞാൻ അറുത്തറിയും. കാണണോ? അരവിന്ദ, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതിന് മാത്രം എന്ത് സംഭവിച്ചൂടെ? ഈ വിവാഹവും കൊട്ടാരവും സ്വത്തും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് വലുത് നീയും അവനും ഒക്കെയാ. നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്തും. അതെന്താടാ നീ അവനൊന്നും മനസ്സിലാക്കാത്തത്? കണ്ടില്ലേ, നീ കരുതിയതിലുമൊക്കെ എത്രയോ ശക്തരാണ് പപ്പി നിന്റെ എതിരാളികൾ. വാശിയും വൈരാഗ്യവും കൊണ്ട് ഒരിക്കലും നിനക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണം. സ്നേഹം കൊണ്ട് അവനെ വീർപ്പ് മുട്ടിക്കണം. എങ്കിലേ നിനക്കവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഞാൻ ആരാണെന്നറിയാതെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഞാൻ അവളല്ല, അവള് ഞാനുമല്ല. ഗുഡ് ബൈ. എടി നീ അയ്യോ വിട്, ഞാൻ ചുമ്മാ തമാശക്ക്. നിന്റെ ഒരു തമാശ. നടക്കണേ വിട്. അരവിന്ദ, എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കണേ. എന്താ കരയുന്നോ? ഇവളാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. അന്ന് രാത്രി ഞാൻ പത്നിയുടെ മുറി കയറാനും അവളുടെ കല്യാണം മുടങ്ങാനും ഒക്കെ കാരണക്കാരി ഇവളാ. ഇത് കണ്ടോ? ഇപ്പൊ മറഞ്ഞു നിന്നുകൊണ്ട് ഇവൾ എനിക്ക് നേരെ അയച്ച കത്തായത്. ഇതേപോലെ ഒളിഞ്ഞും മറഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരുന്നത് ഇവളാ. എന്നിട്ടിപ്പോ ഇവൾക്കിതെല്ലാം തമാശയാണ് പോലും. ദ്രോഹി, ഈ കുടുംബത്തിനോട് തന്നെ ചെയ്യണമായിരുന്നു ഇത്. നിന്നെ ഞാൻ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത്? കൊണ്ടുപോയത് മുമ്പിന്ന് എനിക്കിനി ഇവളെ കാണണ്ട. ഇങ്ങനെ ഒരു മകളും എനിക്കില്ല. പൊക്കോളണം. ഇനി ആരും ഒന്നും എന്നോട് ചോദിക്കരുത്. പോകാൻ. എന്റെ ജീവിതത്തിലേക്ക് ഒരു ഷോക്കോട് കൂടിയല്ലേ കടന്നു വന്നത്. ഒരു ഷോക്കോട് കൂടി തന്നെ ഞാനും ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ, ഇതെവിടെയായിരുന്നു? ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കാം. നമുക്ക് ഉടനെ പുറപ്പെടണം അരവിന്ദന്റെ വീട്ടിലേക്ക്. ഇന്നലെ രാത്രി മുഴുവനും ഞാൻ അരവിന്ദനെ ശ്രദ്ധിക്കായിരുന്നു. ഈ കൊട്ടാരവും ഇവിടുത്തെ അന്തരീക്ഷമൊന്നും അരവിന്ദന് പിടിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അരവിന്ദന്റെ മനസ്സിൽ ഇപ്പോഴും നാടും വീടും അച്ഛനും അമ്മയും കൂട്ടുകാരും ഒക്കെയാ. ആ ലോകം തന്നെയാ ഇനി എന്റെ ഈ ലോകം. അരവിന്ദന് വേണ്ടാത്ത ഈ കൊട്ടാരവും ഇവിടുത്തെ താമസമൊന്നും എനിക്കും വേണ്ട. എന്തെങ്ങനെ നോക്കണേ? എഴുന്നേക്ക്. എഴുന്നേക്കാൻ. വേഗം കുളിച്ച് റെഡിയായിട്ട് വന്നേ. വാ 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 വാ. എന്തിനാ പത്മിനി അഭിനയം? നിനക്ക് എന്നോട് ഒരു പകയില്ലേ? എനിക്ക് നിന്നോട് പകയും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു.
ഇത്തിരി മുമ്പ് സത്യം മനസ്സിലാക്കുന്നതുവരെ. തെറ്റ് മുഴുവൻ എന്റേതാ. നിന്റെ പേരിൽ എനിക്ക് കിട്ടിയ കത്തുകളൊക്കെ നീ തന്നെ അയച്ചതാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതിന്റെ പേരിൽ നിനക്ക് എന്തൊക്കെ വേദനയും മാനക്കേടും അനുഭവിക്കേണ്ടി വന്നു. ഇപ്പതാ നിനക്ക് എന്റെ ഭാര്യയാകേണ്ടി വന്നു. എന്നിട്ടും എന്നെ വെറുക്കാതെ നിനക്ക് എങ്ങനെയാ പപ്പിക്കുട്ടി എന്നെ ഇത്ര സ്നേഹിക്കാൻ കഴിയുന്നത്? നിന്നോട് ചെയ്തു പോയ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാനും പകരം തരാനും എന്റെ ഒന്നുമില്ല. ഈ ശരീരവും മനസ്സും സ്നേഹവും അല്ലാതെ. മാധവമാമ, ആ ഇതിനുള്ളിൽ എന്താ ഇവിടെ സംഭവിച്ചത്? അതൊക്കെ ഇനി എന്തിനാ ചകഞ്ഞറിയണത്? എന്തായാലും പപ്പിക്കുട്ടിക്ക് നല്ലതല്ലേ വന്നിട്ടുള്ളൂ, പിന്നെന്താ? അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ആരാ എന്റെ പേരിൽ കത്തെഴുതി അരവിന്ദനെ എന്നെയും ചതിച്ചതെന്ന്? അത് ഈ വീട്ടിലെ ആരെങ്കിലും ആണോ? ഏയ്, ഈ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു കൊടിച്ചിട്ട് പപ്പിക്കുട്ടിയോട് ചെയ്യുവോ? പിന്നെ ആ, പിന്നെ ആരാന്നാ ചോദിച്ചത്? ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്, ഞാനതൊന്നും പറയില്ല. പറയരുതെന്ന് അരവിന്ദൻ ആവശ്യപ്പെട്ടോ? ആ, അല്ലാണ്ട് മാധവമാമ മോളോട് വല്ലതും മറച്ചു വെക്കുവോ? അപ്പൊ കത്തെഴുതിയത് അയാൾ തന്നെയാണല്ലേ, അരവിന്ദന്റെ ആ കൂട്ടുകാരൻ? ആ, അങ്ങനെ തന്നെയാണ് എന്റെ സംശയം. പക്ഷേ ഒരിക്കലും മോള് അരവിന്ദനോട് ചോദിക്കരുത്. അവൻ വെറും പാവമാണ്, അവനെ വിഷമിപ്പിക്കരുത്. ഇല്ല മാധവമാമ, എനിക്കിപ്പോ അരവിന്ദനോട് ഒരു പകയില്ല, ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനി ഒരിക്കലും അരവിന്ദനെ ഞാൻ വേദനിപ്പിക്കില്ല. സാരമില്ല, സാരമില്ല. ഹേയ്, നിന്റെ കരച്ചിലും സോറി പറച്ചിലൊക്കെ കണ്ടാ തോന്നും നീ എന്തോ മനഃപൂർവ്വം ചെയ്താണെന്ന്. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സാരമില്ല. കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചില്ലേ നിന്നോട് ചെയ്തു പോയ ദ്രോഹത്തിന് ഞാൻ എന്ത് പ്രായശ്ചിത്താ ചെയ്യേണ്ടതെന്ന്. അതിന് ഈശ്വരൻ എനിക്ക് തന്നൊരു കൊച്ചു ശിക്ഷയത്. എന്താ അവന്റെ കൈക്ക്? അരവിന്ദ, എന്താ നിന്റെ കൈക്ക് പറ്റിയത്? ഒന്നുമില്ലമ്മേ, കുളിക്കാൻ തിളപ്പിച്ച വെള്ളത്തിൽ അറിയാതെ ഒന്ന് പൊള്ളി, അത്രേ ഉള്ളൂ. ഈ പൊട്ടൻ ഇങ്ങനെയാ, ഒന്നിലും ഒരു ശ്രദ്ധയില്ല. ഇനി മോളാ ഒക്കെ നോക്കേണ്ടത്. വാ. സാവിത്രി, നിലവിളക്ക് വാങ്ങിച്ച് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്ക്. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് വലതുകാലം ഉച്ചാത്തേക്ക് കയറിക്കോളൂ. വന്നില്ലേ അവൻ ചന്തു? ഈശ്വര, ചേർത്ത് എന്താ ഇത്? വെറുതെ കുട്ടിയെ പേടിപ്പിക്കാതെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയേ. വരൂ മോളെ. അവനിങ്ങോട്ട് വരാതിരുന്നത് മനഃപൂർവ്വ. അവന് പപ്പി ഇഷ്ടമല്ലല്ലോ. പത്മിനിയെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പൊ അതൊക്കെ മാറിയില്ല. അതുപോലെ അവന്റെ ദേഷ്യം മാറിക്കോളും. ജോയി, ഞാനൊരു കാര്യം നിന്നെ ഏൽപ്പിക്കുക. ചന്തുവിന്റെ ഉമ്മയുടെ കല്യാണ കാര്യം അത് ഉടനെ നടത്തണം. ഒരു കല്യാണത്തിന് ക്ഷീണം അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ, അതിനു മുമ്പ് വേറൊരു കല്യാണം വേണം. അല്ലെങ്കിൽ അവൻ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു പോവും. അവരുടെ വിവാഹകാര്യം അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ച് എല്ലാവരുടെയും സമ്മതം ഇപ്പൊ തന്നെ നീ മേടിച്ചു തരണം. ഇപ്പൊ തന്നെ? അതെ. അവൻ വരുമ്പോ എനിക്ക് അവനോട് ഈ സന്തോഷ വാർത്ത അറിയിക്കണം.